ഹായ് ഹലോ നമസ്കാരം. ഇത് CAPF AC എക്സാം പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിനുവേണ്ടി ഒരു സ്ട്രാറ്റജിക് പ്ലാൻ തയ്യാറാക്കുകയും സിലബസ് കവർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്കാണ് പോകുന്നത്. സോ ഇത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മൾ ഈ മന്ത് എൻഡിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് വെച്ച് പോകാം. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആൻഡ് ലാസ്റ്റ് മന്ത് എൻഡിൽ നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർ ഈ കറണ്ട് അഫയേഴ്സ് കൂടെ ഫോളോ ചെയ്യേണ്ടതാണ്. എല്ലാം നോട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. സോ നമുക്ക് ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ 23 ഏപ്രിൽ തേഴ്സ്ഡേയുടെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു UPSC ലെവലിൽ നമ്മളൊരു ലോങ് ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ISSF ജൂനിയർ വേൾഡ് കപ്പ് 2026 എവിടെ വെച്ചാണ് നടന്നത്? സോ അതിൻ്റെ ആൻസർ കൈറോ, ഈജിപ്താണ്. അതിൽ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഈജിപ്തിൻ്റെ ക്യാപിറ്റലാണ് കൈറോ. ഓക്കെ, കൈറോ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഈജിപ്ത്. ആൻഡ് ISSF ജൂനിയർ വേൾഡ് കപ്പ്, ISSF എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷനാണ്. അവർ കണ്ടക്ട് ചെയ്യുന്നതാണ് വേൾഡ് കപ്പ്. ആ ഷൂട്ടിംഗ് വേൾഡ് കപ്പിൻ്റെ ലൊക്കേഷൻ കൈറോ, ഈജിപ്തായിരുന്നു. പിന്നെ ISSFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജർമ്മനിയാണ്. സോ ഇറ്റ്സ് എ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷനാണ്. സോ ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി. ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി എവിടെയാണുള്ളത്? അത് അലിഗഡ്, ഉത്തർപ്രദേശിലാണുള്ളത്. ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി അലിഗഡ്, ഉത്തർപ്രദേശിലാണ്. പ്രധാനപ്പെട്ട പോലെന്ന് വെച്ചാൽ 99ാമത് റംസാൻ സൈറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 99th റംസാൻ സൈറ്റ് ഓഫ് ഇന്ത്യ. വളരെ ബേസിക്കാണ്. അതായത് ഇത് ഞാൻ അത്രയും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. റംസാർ കൺവെൻഷൻ ഫോർ വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ. സോ ഏറ്റവും ബേസിക്കായുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ റംസാർ സൈറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക്, റംസാർ കൺവെൻഷൻ ഫോർ വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ, വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കുന്ന ഒരു കൺവെൻഷനാണ് റംസാർ കൺവെൻഷൻ. അതിൽ മൊത്തം റംസാർ കൺവെൻഷൻ വേൾഡിലുള്ളതിൽ 75 കൂടുതൽ സൈറ്റ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. അത് നോട്ട് ചെയ്തേക്കേണ്ട പോലെയുണ്ട്. ഇന്ത്യയിലുള്ളത് 75 കൂടുതൽ സൈറ്റ് ഇന്ത്യയിലാണുള്ളത്. അത് 99th റംസാൻ മൊത്തം റംസാർ സൈറ്റ് ലിസ്റ്റിലെ 99ാമത് റംസാൻ സൈറ്റായിട്ട് വന്നത് അലിഗഡ്, ഉത്തർപ്രദേശിലെ ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറിയാണ്. സോ ഷേഖ ജീൽ ബേർഡ് സാങ്ച്വറി, അലിഗഡ്, ഉത്തർപ്രദേശ്, 99th റംസാൻ സൈറ്റ് ഓഫ് ഇന്ത്യ. റംസാർ എന്താണെന്ന് അറിയാലോ, വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷനാണ്. ഇന്ത്യയിൽ മൊത്തം 75+ റംസാർ പ്രൊട്ടക്ഷൻ സൈറ്റുകളുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നന്ദേല ഭാസ്കർ റാവു ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ CM, ചീഫ് മിനിസ്റ്ററാണ് നന്ദേല ഭാസ്കർ റാവു. അതൊരു മിനിസ്റ്റർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് 2026 കിട്ടിയത് ആർക്കാണ്? ആർക്കെങ്കിലും സംശയമുണ്ടോ ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് എന്താണെന്ന്? അത് ഈ എൻവയോൺമെൻറ്റൽ റിഫോംസിന് വേണ്ടിയുള്ളൊരു ഒരു പ്രസ്ഥാനമാണ്. അത് പ്രൈസ് പ്രഖ്യാപിക്കുക എല്ലാ വർഷവും. അത് ഇപ്രാവശ്യം കിട്ടിയത് 6 വുമൻസിനാണ്. അതിന് വേറെ പേരുകൂടിയുണ്ട്, ഗ്രീൻ നോബൽ പ്രൈസ് എന്നൊരു പേരും കൂടിയുണ്ട്. സോ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് പ്രൈസ് ഈസ് നോൺ ആസ് ദ ഗ്രീൻ നോബൽ പ്രൈസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഗോൾഡ്മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് എന്നാണ്. ഓക്കെ, അത് മനസ്സിലായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്മോക്ക് ഫ്രീ ജനറേഷൻ, അതായത് ഇപ്പം അടുത്ത് ഏറ്റവും കൂടുതൽ സ്മോക്കിങ്ങിന് എതിരായിട്ട് റിഫോംസ് നടത്തിയതും നവോത്ഥാനം നടത്തിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഇംഗ്ലണ്ടാണ്. അവരുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് യൂത്ത് സ്മോക്കിംഗ്, യുവജനങ്ങളെ പുകവലിൽ നിന്നും മാറ്റി നിർത്തലാണ് അവരുടെ ഉദ്ദേശം. സോ അവരുടെ എയിം സ്റ്റോപ്പ് യൂത്ത് സ്മോക്കിംഗ്. സോ സ്മോക്ക് ഫ്രീ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഓൾസോ UK. ഓക്കെ, സോ അതും കഴിഞ്ഞു. നെക്സ്റ്റ്, R-37M മിസൈൽ ഇതുണ്ടാക്കിയത് ഏത് രാജ്യമാണ്? റഷ്യ. R-37M മിസൈൽ ഇറ്റ്സ് എ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ. അതൊരു ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. അതിൻ്റെ റേഞ്ച് അപ്രോക്സിമേറ്റ്ലി 300 കിലോമീറ്റർ ആണ്. അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈറ്റർ ജെറ്റ്സിനാണ്. ഓക്കെ, അപ്പോൾ R-37M മിസൈൽസ് ഈസ് മെയ്ഡ് ഇൻ റഷ്യ. ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ around range is 300 km approximate, used in fighter jet. Okay,
അപ്പോൾ അത് പഠിച്ചേക്ക്. ഇതിങ്ങനെ ഡിഫൻസ് ഫോഴ്സോട് ബന്ധപ്പെട്ട് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. R-37M മിസൈൽ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. അതായത് ഇന്ത്യയിൽ ന്യൂ സ്നേക്ക് സ്പീഷീസ് കണ്ടെത്തിയതോടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആക്കിയ സംസ്ഥാനമാണ് മേഘാലയ. ഓക്കെ, സോ ന്യൂ സ്നേക്ക് സ്പീഷീസ് കണ്ടെത്തിയതോടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആക്കിയ സ്ഥലം മേഘാലയ. ദാറ്റ് വാസ് ഇമ്പോർട്ടൻ്റ്. അത് ഈ എൻവയോൺമെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അടുത്ത് ജപ്പാൻ വെപ്പൺ എക്സ്പോർട്ട്. ജപ്പാൻ ഈ ഇടയ്ക്കായിട്ട് കൂടുതൽ ഡിഫൻസ് എക്സ്പോർട്സിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി വളരെ വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജപ്പാൻ വെപ്പൺ എക്സ്പോർട്ട് എവിടെയാണ്? അത് ജപ്പാനിൽ തന്നെ ഉണ്ട്. പേര് തന്നെ ജപ്പാനുണ്ട്, അതുകൊണ്ട് എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയല്ലോ. ഒരു ഡിഫൻസ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിക്കാൻ സാധ്യത. നേരത്തെ R-37 നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ. അടുത്ത് ദേശ്മോണ്ട് മോറിസ് ഇംഗ്ലണ്ടിലെ UK ഫേമസ് സുവോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് നേക്കഡ് ഏപ്പ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് നേക്കഡ് ഏപ്പ്. ഹീസ് ആൻ ഇംഗ്ലണ്ട് ഫേമസ് സുവോളജിസ്റ്റ്. ഓക്കെ, അടുത്ത് ഗ്ലോബൽ ഗ്രീൻ ഐക്കൺ അവാർഡ് കിട്ടിയത് സന്തോഷ് കുമാറിനാണ്. അവാർഡ് ഇൻ ക്ലൈമറ്റ് കോൺഫറൻസ്, അതായത് ക്ലൈമറ്റ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഗ്ലോബൽ ഗ്രീൻ ഐക്കൺ അവാർഡ്. അത് കിട്ടിയ ആളാണ് സന്തോഷ് കുമാർ. ഓക്കെ, സന്തോഷ് കുമാർ ഗ്ലോബൽ ഗ്രീൻ ഐക്കൺ അവാർഡ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിന് കിടക്കാം. ഇന്ത്യാസ് 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ 95ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അർണിയോ ഘോഷ്. അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടി പഠിക്കാം. യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ നമുക്കറിയാം ഗുകേഷ് ആണ്. യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ്. ചെസ് ഫെഡറേഷൻ ഫിഡെ ആണ്. ഓക്കെ, യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷ്, ചെസ് ഫെഡറേഷൻ ഫിഡെ. ഇന്ത്യയുടെ 95ാമത് ഗ്രാൻഡ് മാസ്റ്റർ അർണിയോ ഘോഷ്. അടുത്ത് ജോൺ ടർണസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? എനിക്കറിയില്ല. ന്യൂ CEO ആണ് ആപ്പിളിൻ്റെ. ഇതിനുമുമ്പ് ടിം കുക്കായിരുന്നു പ്രീവിയസ്. ഇപ്പോൾ അദ്ദേഹം മാറി. ജോൺ ടർണസ് ആണ് ഇപ്പോൾ ആപ്പിളിൻ്റെ CEO. ആപ്പിളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന USA അമേരിക്കയിലാണ്. പ്രീവിയസ് ടിം കുക്കാണ്. ഓക്കെ, അടുത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ. സോ 23 ഏപ്രിൽ, അതായത് യെസ്റ്റർഡേ, അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ എന്നറിയപ്പെടുന്നത്. 23 ഏപ്രിലാണ്. ഇത് പറയാൻ കാരണം ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് വില്യം ഷേക്സ്പിയർ. അപ്പോൾ ഇത് ഓൾസോ യുനെസ്കോ ലാംഗ്വേജ് ഡേ ആയിട്ടും അറിയപ്പെടുന്നു. ഇപ്പോൾ 23 ഏപ്രിൽ എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ആണ്. അത് എന്തുകൊണ്ടാണ്? വില്യം ഷേക്സ്പിയറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. യുനെസ്കോ ലാംഗ്വേജ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ് അത്. സോ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇതുപോലൊന്നും കറണ്ട് അഫയേഴ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ലാസ്റ്റ് മന്തിൽ നമുക്ക് ഫുൾ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക്. UPSC, PSC, SSC ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. സോ അത് നമുക്ക് അങ്ങ് സ്ട്രോങ് ആക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.